ഇപ്പോൾ കാനഡയിൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് പ്രൊട്ടസ്റ്റ് ഒന്നുമല്ല. ആൻറ്റി ഇമിഗ്രൻറ്റ് പ്രൊട്ടസ്റ്റ് ഒരു ദിവസമൊക്കെ നടന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ മിക്ക ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസിന് മുന്നിലും മെയിനായിട്ടുള്ള കോളേജ് ക്യാമ്പസുകളുടെ മുന്നിലൊക്കെ മേജർ ആയിട്ടുള്ളൊരു മറ്റൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ആ പ്രൊട്ടസ്റ്റിലൊക്കെ പങ്കെടുക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് 3 വർഷത്തെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ്. പലർക്കും PR അപ്ലൈ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇന്നത്തെ ഇല്ലാത്തത് കാരണം ഇനി ഒരു 2 വർഷം കൂടി ഒരു എക്സ്റ്റൻഷൻ കിട്ടിയാൽ ആ സമയത്തിനുള്ളിൽ എങ്ങനെയും PR നേടി ഈ കാനഡയിൽ തുടരാൻ വേണ്ടിയാണ് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രൊട്ടസ്റ്റിന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും വളരെയധികം ആൾക്കാരുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഈ പ്രൊട്ടസ്റ്റിനോട് ഒരു രീതിയിലും ന്യായമില്ല, ഇങ്ങനൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന പല ആൾക്കാരുമുണ്ട്. ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും 20-30 ലക്ഷം മുടക്കി കാനഡയിൽ വന്നിട്ടുള്ളവർക്കെല്ലാം PR കൊടുക്കുമോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് കാനഡയിലെ തന്നെ ഒണ്ടാരിയോയിലെ ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്രാംപ്ടണിലാണ് ഏറ്റവും അധികം ഇന്ത്യൻ കമ്മ്യൂണിറ്റി താമസിക്കുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് പഞ്ചാബികളും അല്ലെങ്കിൽ ഗുജറാത്തികളും അങ്ങനത്തെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനമുള്ള ആൾക്കാർ ആദ്യം തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ബ്രാംപ്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് അവർ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതും ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് പോലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നവരെല്ലാം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയാണ്. അവരുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഒരു 3 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് മാറ്റി ഒരു 5 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആക്കണമെന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നേരത്തെ 2020-21 കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും ഇപ്പോൾ ആ സമയത്തൊക്കെ ഒരു 3 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർക്കെല്ലാം PR കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്തൊക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇപ്പോൾ അവർക്ക് ഒരു രീതിയിലും എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് മെയിൻ കാരണം. എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കാത്ത കാരണം തന്നെ PRൻ്റെ പ്രത്യേകിച്ച് ലാസ്റ്റിലത്തെ ഒരു എക്സ്പ്രഷൻ ഡ്രോയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ ഏകദേശം 530 മുകളിലൊക്കെയുള്ള സ്കോറുള്ളവരെയാണ് ഇപ്പോൾ ഈ PRന് ഇൻവിറ്റേഷൻ വിളിക്കുന്നത് പോലും. ഒരു 530 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്കോർ തന്നെയാണ്. ഗ്രാജുവലി ഒരു 490 അല്ലെങ്കിൽ 500 വരെയൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു IELTS സ്കോറും അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഇമ്പ്രൂവ് ചെയ്താലൊക്കെ നമുക്ക് ആ സ്കോറൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും 530 എന്നൊക്കെ പറയുന്നത് നല്ല ഹാർഡായിട്ടുള്ള സ്കോർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു 2 വർഷം കൂടി ഒരു എക്സ്റ്റൻഷൻ കിട്ടുവാണെങ്കിൽ ഈ 530ൻ്റെ സ്കോറൊക്കെ കുറഞ്ഞ് ഒരു 450 460 ഒക്കെ ആയിക്കഴിഞ്ഞാൽ PR സാധ്യത കിട്ടും എന്ന് കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാർ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നത് പോലും. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് ഒരു മീഡിയയുടെ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്രതികരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. നമ്മളതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഈ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് ഒരു രീതിയിലും കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഒരു കേരളത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സമരം നടത്തി കഴിഞ്ഞാൽ പല രാഷ്ട്രീയപരമായിട്ടുള്ള പല വ്യതിയാനങ്ങളും ഉണ്ടാവും എന്നൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ആ സർക്കാർ തന്നെ താഴെ വീഴുമെന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ ഒരു 50% കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ കാനഡ പോലത്തെ ഒരു രാജ്യത്ത് എത്ര വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയാലും ഗവൺമെൻറ്റിന് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാവാറ് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് SOP ഒക്കെ എഴുതി കൊടുത്തിട്ട് വന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, അതായത് അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് പോകാം എന്നാണ് SOPയിലൊക്കെ അവർ എഴുതി കൊടുത്തത്. ഇവിടെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ കൂടെ ഈ ഒരു ലെറ്ററോട് എഴുതി കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഈ വിസ കിട്ടിയതും കാനഡയിൽ ഒരു കോഴ്സ് പഠിക്കാൻ സാധിച്ചത് പോലും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എത്ര വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയാലും ഒരു കാര്യമില്ല എന്നുള്ളത് ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് പല ആൾക്കാരും ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നത് പോലും. ആ ന്യൂസ് ചാനലുകളൊക്കെ പല ആൾക്കാരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ പഠിക്കാൻ വന്നതാണ്, ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടക്കി വന്നതാണ്, എന്നിരുന്നാൽ പോലും PR ഗവൺമെൻറ് തരാൻ സാധ്യതയില്ല എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. പല ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അറിയാം നാട്ടിലുള്ള ഏജൻസികളാണ് ഇങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളൊക്കെ അവർ കൊടുത്തതെന്നുള്ളത്. പ്രത്യേകിച്ച് കാനഡ വന്നു കഴിഞ്ഞാൽ എന്തായാലും PR കിട്ടും, ഒരിക്കലും തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരത്തില്ല എന്നൊക്കെ ഉള്ളത് ഏജൻസികളാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ട്.
എന്നാൽ അവിടെയുള്ള കുറച്ച് ലോക്കൽ ആൾക്കാർ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അവരൊക്കെ പറയുന്നത് കാനഡ ഗവൺമെൻറ് അവരെ ക്ഷണിച്ചിട്ടാണ് ഇവിടെ വന്നത്, ഇവർ ഇത്രയും പേര് വന്നതുകൊണ്ട്, പ്രത്യേകിച്ച് 20-30 ലക്ഷം മുടക്കി ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് അവർക്ക് PR കൊടുക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണമെന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷത്തെ ഒരു എക്സ്റ്റൻഷനെങ്കിലും അവർക്ക് കൊടുക്കണം എന്നാണ് പല ലോക്കലായിട്ടുള്ള ആൾക്കാരും പറയുന്നത്. എന്നാൽ ഇതിനെതിരെ അഭിപ്രായമുള്ള ഒരു മറുഭാഗം ആൾക്കാരുമുണ്ട്. അവരൊക്കെ വിശ്വസിക്കുന്നത് ഇന്ത്യയിലുള്ളവർ മാത്രമാണ് ഇവിടെ ഇത്രയധികം കൂടിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പല രാജ്യക്കാർക്കും, പ്രത്യേകിച്ച് ചൈന ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, അങ്ങനെ പല വേറെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ നിൽക്കാനുണ്ട്. ഇന്ത്യയുടെ ഒരു കുത്തകയായിട്ട് ഈ സ്ഥലം മാറാൻ പാടില്ല എന്നതുകൊണ്ട് എക്സ്റ്റൻഷനൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നവരുമുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയ്ക്ക് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മറക്കാൻ പാടില്ല എന്നാണ് ഈ പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു അഭിപ്രായം. കാരണം ഇത്രയധികം രൂപ കൊടുത്തത് മാത്രമല്ല, ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്നതുകൊണ്ടാണ് കാനഡയിലുണ്ടായിരുന്ന ഒരു വർക്കിലൊക്കെയുള്ള ഷോർട്ടേജ്, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫീൽഡിലൊക്കെ, ഒരു പ്രത്യേകിച്ച് IT ഫീൽഡിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ ഈ ആൾക്കാർ ഇത്രയും വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് എത്തിയത് കാരണം കാനഡ ഗവൺമെൻറ് തന്നെ ഭീമമായിട്ടുള്ളൊരു തുക അവരുണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, കാനഡയിൽ തന്നെയുള്ള ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ഒരു $2000 പഠിക്കാവുന്ന ഒരു കോഴ്സ്, ആ സെയിം പ്രോഗ്രാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുകയാണെങ്കിൽ ഏകദേശം $17000 വരും. അത്രയധികം രൂപ, പ്രത്യേകിച്ച് $2000-17,000 വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരു കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ $15,000 പ്രോഫിറ്റാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. കോളേജിലേക്കാണ് കൊടുക്കുന്നതെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് എത്തുകയും ബാക്കി കാനഡയിലുള്ള ജനങ്ങൾക്കെല്ലാം അത് ഉപയോഗപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും മറക്കാൻ പാടില്ല എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. 2020-21 കാലഘട്ടത്തിലൊക്കെ ഇവിടെ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് വർക്ക് ഫോഴ്സിൽ ആൾക്കാർ കിട്ടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. എന്നാൽ ഈ 2024-25 കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു വീട് പോലും കിട്ടാനില്ല, അല്ലെങ്കിൽ ഇവിടെ എല്ലാ ജോബുകളെല്ലാം സാച്ചുറേറ്റഡ് ആണ്. ഇവിടുത്തെ ഉള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഒരു രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ അധികമായിട്ട് നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. പല സൗത്ത് ഏഷ്യൻ കൺട്രീസും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പല കുട്ടികളും കാനഡയിൽ ഒരു കോഴ്സ് പഠിക്കുന്നതാണ് വരുന്നതെങ്കിൽ പോലും അതൊരു വ്യാജമായിട്ടാണ് വരുന്നതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. വ്യാജമായിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവർ ഒരു PR മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് കാനഡയിലേക്ക് ഒരു കോഴ്സ് എടുത്ത് വരുന്നത്. ആ കോഴ്സിലല്ല അവർ ജോലി ചെയ്യുന്നത് പോലും. മാത്രമല്ല, ആ കോഴ്സൊന്നും ഒരിക്കലും ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സേ അല്ല അവർ സെലക്ട് ചെയ്യുന്നത് പോലും. പലരും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഫേക്കായിട്ടുള്ളൊരു രീതിയിലാണ് എത്തുന്നത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ 3 വർഷത്തെ സമയം തന്നെ ധാരാളം മതി. അതിൽ തന്നെ ഏറ്റവും കാനഡയിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് മുഴുവൻ കാനഡ ഗവൺമെൻറ് PR കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അർഹതയില്ലാത്ത ആൾക്കാർക്ക് ഒരു രീതിയിലും എക്സ്റ്റൻഷൻ കൊടുത്ത് അവർക്കെല്ലാം PR കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും മറുഭാഗം പറയുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കമാണോ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.